വിജയ് പറയൂ, അതായത് ദാസ് സാറുമായിട്ട് സ്റ്റേജിൽ പാടിയ ഒരു എക്സ്പീരിയൻസ്, അതായത് കുഞ്ഞിൽ ഒരുപാട് ചെറിയ കുറേ ഉണ്ട് എനിക്ക് കുറേ അതെ, എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു നല്ല എക്സ്പീരിയൻസ്. എനിക്ക് കൂടുതൽ കഴിഞ്ഞ ഒരു 5-6 വർഷത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മേ ബി 10 വർഷത്തിൽ ഉള്ള ചില പ്രോഗ്രാംസാണ് കൂടുതൽ ഓർമ്മ. എന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിൽ വന്നു കുറേ പാട്ടുകൾ നമ്മൾ പാടിയിട്ടുണ്ടെങ്കിലും ആ പ്രോഗ്രാംസൊക്കെ മിക്കവാറും സോങ് ലിസ്റ്റും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും അപ്പയ്ക്ക് എല്ലാം കൊണ്ടുപോയി ഫൈനൽ ലിസ്റ്റ് കൊണ്ടുപോയി ഒരുമാതിരി ഓർഡർ ആക്കുന്നത്, പിന്നെ ഓർക്കസ്ട്രയ്ക്ക് അത് കൊണ്ടുപോയി ചെയ്യുന്നത് ഇടയാള് ഞാനാണ്. അവിടെയൊക്കെ എന്താണ് ഐ തിങ്ക് ഇറോമ്പ് ലൈക്ക് ഞാൻ ഈ ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ എൻട്രി വരാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. അവസാനം നല്ലൊരു കോമഡിയാണ്. അപ്പൊ അല്ലല്ല അമ്മയുടെ കാര്യം അത് വേറെ കാര്യം. പക്ഷെ ഇവർ അത്രയും സ്ട്രിക്റ്റ് ആണ്. അതായത് അമ്മയ്ക്കും പോലും ഇവര് ഓർഗനൈസേഴ്സിന്റെ ഒരു ചെറിയൊരു പിഴയായിരുന്നു അത്. അവര് മറന്നുപോയി ഫ്രണ്ടിലൊരു സീറ്റ് നേരത്തെ ബോക്സിലിരുന്ന് കാണുന്ന ഒരു രസമാണ്. പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെ അപ്പയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതായിരുന്നു. അത് അവരുടെ ഒരു ട്രഡീഷനാണ്. അപ്പോൾ അത് ഞാൻ അവിടെ ചെന്നിട്ടിപ്പം ഇരുത്താൻ വേണ്ടി ഞാൻ പോയിട്ട് അവിടെ സീറ്റ് ഇല്ല, പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല, ഇവിടെ അങ്ങനെ നേരത്തെ ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറ്റാൻ പറ്റില്ല. സിംഗപ്പൂർ ഒന്നാമത് ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ റൂൾസിലൊക്കെ. ഭയങ്കര എന്താണ് പ്രോഗ്രാം തുടങ്ങുന്നത് കുറച്ച് നേരം മുമ്പാണ്. അപ്പം എനിക്ക് അവിടെ പോയിട്ട് റെഡിയായി, എനിക്ക് പ്രോഗ്രാം ലൈക്ക് അതിലേക്ക് റെഡി ആവണം. പക്ഷെ ഇവിടെ അമ്മേനെ ഇരുത്താണ്ട് പോകാനും പറ്റില്ല എന്നുള്ളത് അത് കഴിഞ്ഞു. അപ്പോൾ അതിങ്ങനെയൊക്കെ ഒരു പാവം ഒരു കപ്പിള് അല്ലല്ല ചേച്ചി വേണമെങ്കിൽ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കാം, ഞങ്ങൾ വേണമെങ്കിൽ ബോക്സ് ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞാൽ അവർ മാറി കൊടുത്തു. വളരെ നല്ലൊരു കപ്പിൾ മാറി കൊടുത്തു. ഞാൻ വേഗം ബാക്കിലേക്ക് പോയി. പിന്നെ ഞാൻ ഈ ഓഡിയൻസ് വഴിയിൽ ഇങ്ങനെ എൻ്റെ സോങ്ങിൻ്റെ എൻട്രി അവിടെ കൂടെ ആക്കാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആ വഴി കൂടെ പോകാൻ നോക്കിയിട്ട് അവിടെ സെക്യൂരിറ്റി എന്നെ അങ്ങോട്ട് കയറ്റില്ല. അപ്പയുടെ പാട്ട് കഴിഞ്ഞ ഉടനെ എനിക്ക് കയറണം. അപ്പോൾ മ്യൂസിക് തുടങ്ങി, ഇവരൊക്കെ ബാക്ക് സ്റ്റേജിലാണ്, ഇവരാരും അറിയുന്നില്ല. ഞാൻ അവിടെ പോയി ലിസൺ, ഐ ആം വൺ ഓഫ് ദി ആർട്ടിസ്റ്റ്. എന്നിട്ട് പോസ്റ്ററൊക്കെ കാണിക്കുക, ഞാനാണത്, എനിക്ക് ഇവിടെ കൂടെയാണ് കയറേണ്ടത്, അതാണ് ഒരു ഷോൻ്റെ ഒരു എൻട്രൻസ് ആണ്. nobody is told us about this. ആരെ വിളിക്കാൻ ഈ സമയത്ത്. എന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് വേറെ ഒരാൾ ഓടി വന്ന് പറഞ്ഞ് സമ്മതിച്ച് കയറി. പിന്നെ കോമഡി അതല്ല, പാട്ട് കഴിഞ്ഞിട്ട് തിരിച്ചെങ്ങനെ സ്റ്റേജിലേക്ക് അങ്ങനെ കയറാൻ പറ്റില്ല. തിരിച്ച് പിന്നെ ഞാൻ ഈ ഓഡിയൻസിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഫുൾ കറങ്ങി, അതും പോയി കറങ്ങി കഴിഞ്ഞാൽ ഫുൾ 2 സ്റ്റെപ്സ് ഒക്കെ കയറി ബാക്ക് റൂമിലേക്ക് പോകണമെങ്കിൽ ബാക്ക് റൂമിലേക്ക് പോകണേ. നല്ല കോമഡി ആയിരുന്നു അത്. ഐ മീൻ അങ്ങനെ ചില വെന്യൂസ് ഉണ്ട്. പക്ഷെ ഇറ്റ്സ് റിയലി അങ്ങനത്തെ എക്സ്പീരിയൻസ് എപ്പോഴും നിങ്ങൾക്ക്. ഗായത്രിക്കോ? കുറേ ഇൻസിഡൻസ് ഉണ്ട്. ഒരെണ്ണം ഞാൻ പറയാം. കാരണം വെച്ചാൽ നമ്മൾ ഹിൽട്ടണിലാണ് താമസിച്ചിരുന്നത്. ദാസറിന്റെ റൂം എൻ്റെ അടുത്ത റൂമിലായിരുന്നു, കുവൈറ്റില്. അപ്പൊ ഞാൻ രാവിലെ ഭയങ്കര പ്രാക്ടീസ് ആട്ടോ ദാസറിന്റെ ഒപ്പം. ആദ്യമായിട്ട് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് തമ്പുരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അലറി പ്രാക്ടീസ് ചെയ്ത് വൈകുന്നേരം സ്റ്റേജിലെത്താൻ നേരത്ത് എന്നോട് വന്ന് പറഞ്ഞു, ദാസർ ഇങ്ങനെ പതുക്കെ, മോളെ ഞാൻ നിന്റെ അസുര സാധകമൊക്കെ കേട്ടു കേട്ടോ, പഡ്ദീപ്പൊക്കെ പാടി പ്രാക്ടീസ് ചെയ്യുന്ന കേട്ടു. പ്രോഗ്രാമിൻ്റെ അന്ന് ഇത്രയധികം പ്രാക്ടീസ് ചെയ്യുന്ന ആവശ്യമില്ല, ഉള്ള വോയിസൊക്കെ പോയി കിട്ടും സ്റ്റേജിൽ. ഒരു ടിപ്പ് തരാം, 1/2 hour മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി ഷോൻ്റെ അന്ന്. അപ്പം അങ്ങനെ ഞാൻ ആലോചിക്കുക, എന്ത് കെയറിങ് ആണെന്നറിയോ, ഓരോ ഡീറ്റെയിൽസും. അത് ആ നോളജ് ഇമ്പാർട്ട് ചെയ്യാനുള്ളൊരു പാഷൻ. പിന്നെ സിംഗപ്പൂർ നമ്മൾ ഒരു ഫ്ലൈറ്റിലായിരുന്നു. ഇറങ്ങിയ വഴിക്ക് തന്നെ എന്നെ ആദ്യം വിളിച്ചു പറഞ്ഞു, എനിക്കൊരു കൃതി കിട്ടി. ഇങ്ങനെ ഫ്ലൈറ്റിലിരിക്കുമ്പം കമ്പോസ് ചെയ്തു എന്ന് പറയില്ല, അത്ര ഹ്യൂമിലിറ്റിയാണ്. അതെ, കൃതി വന്നു. അതായത് അത് എന്തൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് വരിക. കാരണം സോ മെനി പ്രഷ്യസ് മെമ്മറീസ്. ഞാനത് കണ്ട് വളർന്നുകൊണ്ട് ഞാൻ പ്രോഗ്രാമിന്റെ ദിവസം ഒട്ടും പ്രാക്ടീസ് ചെയ്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാം. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആർക്കാണ് വീഡിയോ വരുന്നതെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ ആർക്കാണോ ചോദ്യം അയാളോട് ഞാൻ ചോദിക്കും. വീഡിയോ വരുന്നോ? ഇതിന്റെ വേറെ 2 ആംഗിൾസ് ഇത് വേറൊരു ആളെ പോലെ തന്നെ ഉണ്ടല്ലേ. ഇതിന്റെ പിന്നിലുള്ള, അതായത് ഈ ഒരു യാത്ര അല്ലെങ്കിൽ യാത്രകൾ ഒരുപാട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഈ യാത്രയുടെ പിന്നിൽ എന്തൊക്കെയായിരുന്നു, ഇത് സ്ഥലം എവിടെയാണിത്? ഇൻസ്റ്റാഗ്രാം ക്വീൻ. എല്ലാ യാത്രകളുടെയും ഡീറ്റെയിൽസ് പറയണമെന്നുണ്ടോ? എല്ലാ യാത്രകളും ഇൻസ്റ്റാഗ്രാം ക്വീനോ? ക്വീൻ കിങ് എല്ലാ യാത്രയുടെയും പറയണ്ട. എന്റെ ഈ കൂടെ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ അവരൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് ജീവിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമം എന്നൊക്കെ കേട്ടിട്ടില്ല, അതാണത്.
കുറേയൊക്കെ യാത്രകൾ ഇപ്പോൾ ശരത്ത് എൻ്റെ ഫ്രണ്ട് തൃശ്ശൂരിൽ ഒരു ഫ്രണ്ട്. അപ്പോൾ ശരത്ത് ഈ കൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് കാല് വെച്ചതും എന്താണ് ഏത് വണ്ടിയിൽ കാല് കയറിയെന്നും എല്ലാം എടുക്കും. പെട്ടി ഏതാ കൊണ്ടുപോകണമെന്നും എന്താണ് എല്ലാം മറ്റേ സ്റ്റോറിയിൽ ലോകം മൊത്തം അറിയും ഞാൻ എവിടെയാണ്. അതെ. അപ്പോൾ ഞാൻ മിക്കവാറും ഞാനിപ്പോൾ കൊച്ചിയെ വരുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ശരത്തിനെ വിളിക്കാറില്ല. അത് അങ്ങനെയല്ല, ഞങ്ങളായിട്ട് ഒരുമിച്ച് ട്രിപ്പൊക്കെ പോകാറുണ്ട്. മനസ്സിലായി. പക്ഷെ ഇങ്ങനെയാണ് ഫുൾ അവനും വേറെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫുൾ സ്റ്റക്കായിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചില രസങ്ങൾ ഈയിടയ്ക്കായിട്ട് കുറച്ച് റീൽസ് ഇടാൻ വേണ്ടി അപ്പോൾ 2-3 കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇത് എടുത്തിട്ടതാണ്. അല്ലാണ്ട് ഈ സ്ഥലം എവിടെയാണ്? ഇത് വയനാട്. വയനാടാണോ? പിന്നല്ലാണ്ട് ഞാൻ വേറെ ഏതോ സ്ഥലം എന്നാണ് വിചാരിച്ചത്. നമ്മുടെ സ്വന്തം നാടാണ്. ആമസോൺ ഫോറസ്റ്റ് ആണെന്ന് വിചാരിച്ചോ? പക്ഷെ that is a very I think it was Vaitri village. ശരി. അപ്പൊ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഗായത്രിക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്.